എന്താ സുഖമില്ലേ? ഞാൻ ഭയങ്കരമായ ഇടിവെട്ടണ മാതിരി ഒരു ശബ്ദം കേട്ടു. ആരോ കരയണ പോലെ. ഏയ് ഒന്നുമില്ല, ശബ്ദം ഞാനും കേട്ടു. അത് ക്ലോക്കിൽ മണി അടിച്ചതാ. ഗൗരി, ഞാൻ ഇപ്പോ തന്നെ തങ്ങളുടെ അവിടേക്കൊന്ന് പോയാലോ? ഈ പാതിരയ്ക്കോ? സന്ധ്യയ്ക്ക് എന്നെ കാളവണ്ടി കൊണ്ടുവരാൻ പറ്റാതെ തോട്ടിനക്കരെ നിർത്തിയിട്ടാ മണിയം വന്നത്. പോരാത്തതിന് ഇപ്പോഴും നല്ല മഴയുണ്ട്. നാളെ രാവിലെ പോവാം. തോട്ടിൽ വെള്ളം കൂടിയിരിക്കണു. ഗൗരി, എനിക്കെന്തോ വിമ്മിട്ട മാതിരി ആരോ അമ്മാവേ എന്ന് വിളിച്ച് കരയണ പോലെ. പിന്നെ അന്നത്തെ കുതിര കനക്കണ ശബ്ദം എനിക്ക് സഹിക്കാൻ കഴിയണല്ലേ ഗൗരി. എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? ഇന്ന് തങ്കമണി നമ്മളോട് പരിഭവം പറഞ്ഞത് മനസ്സിലുണ്ട്. അതാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അമ്മ ഉണരണ്ട. ഇതെല്ലാം കേട്ട പാവം അമ്മ എത്ര വിഷമിക്കും. കിടന്നുള്ളൂ, ഞാൻ അടുത്തുണ്ട്. അപ്പോട്ടാ എന്താ എന്താ അമ്മേ? തങ്കമണിക്ക് നല്ല സുഖയില്ല. ആ വണ്ടിക്കാരൻ വേലുവിനെ എനിക്ക് കിട്ടുമോ മോനെ? നമുക്ക് ആശുപത്രി കൊണ്ടുവരുന്നു. ഒന്നും നേരത്തെ പറയായിരുന്നില്ലേ അമ്മേ? ഇനി ഞാൻ എവിടെ പോയി അയാളെ നോക്കാനാ? കിടക്കണ വരെ ഒന്നും ഉണ്ടായിരുന്നില്ല. തങ്കമണിയല്ലേ വൈകുന്നേരം പാത്രം കൂടി തേച്ചു തന്നത്. കുറച്ചു നേരം അയാൾ വേദന തുടങ്ങിയിട്ട് അത് കൂടിക്കൂടി വരിക. അമ്മ ആ ടോർച്ചും കൂടെ എടുക്കൂ. തോട്ടില് വെള്ളം കയറിയിട്ടുണ്ടോ ആവോ? നീ ആ വേലുവിനോട് ചക്കരപ്പാടത്ത് തൊടിയിലൂടെ പറ്റുങ്ങി വണ്ടി കൊണ്ടുവരാൻ പറയേ. എന്നാ വേഗം ആശുപത്രിയിൽ എത്തിക്കാം. ആ വഴിയിലൂടെ പോയാ സ്ഥലം ഏതാണെന്ന് അറിയോ അമ്മയ്ക്ക്? ശ്മശാനം എന്നല്ലേ? ആശുപത്രിയുടെ പിന്നിലെത്താൻ എളുപ്പ വഴി അതേ ഉള്ളൂ. നമ്മളെല്ലാരും ഇല്ലേ മോനെ, പിന്നെ എന്തിനാ പേടിക്കണേ? അമ്മ പുറപ്പെട്ടിരുന്നു, ഞാൻ ഇപ്പൊ വരാം. മോനെ, കണ്ണി കുത്തിയാ കാണാത്ത ഇരുട്ടാ പുറത്ത്. മഴയുണ്ട്. ആ ടോർച്ച് കാലിന്റെ ചുവട്ടിലേക്ക് അടിച്ചു നോക്കിയിട്ട് വെക്കുള്ളൂ. വല്ല വിഷജന്തുക്കളും ഉണ്ടോന്ന്. അമാവാസി എന്ന് അതുങ്ങളൊക്കെ വിഷം ഒഴിക്കാൻ നടത്തുന്ന ദിവസം. മഴയുണ്ടെങ്കിൽ പാമ്പിനെ പേടിക്കണ്ടല്ലോ അമ്മേ. വേഗം തടി രണ്ടും രണ്ടായാൽ മതിയായിരുന്നു. എന്താ കല്യാണി? ഒന്നും ചെയ്യാൻ പറ്റണില്ല. ശിരസ് കണ്ടതാ, അപ്പോഴേക്ക് അത് തിരിഞ്ഞുപോയി. അയ്യോ എന്റെ മോളെ, ഞാൻ എന്ത് ചെയ്യണം കല്യാണി? ആസ്പത്രിക്ക് എത്തിക്കാൻ നോക്ക. കുട്ടിക്ക് ഇപ്പൊ ബോധമുണ്ട്. ആ കാളിക്കുട്ടിയമ്മയെ കൂടെ വിളിച്ചോളി. കാളിക്കുട്ടി എവിടെ? കാളിക്കുട്ടി അതൊക്കെ മോനെ. വണ്ടി അവിടെ വന്നിട്ട് വേഗം നിർത്ത്. വേഗം കാളിക്കുട്ടി എന്നെ എവിടെയാണ് ഇത്ര നേരം? ആവശ്യത്തിന് നോക്കി തന്നെ കാണില്ല. തമ്മ തല്ലാനുള്ള നേരല്ല. പാറോട്ടമ്മ ഇത് വേഗം വാ. വീടെല്ലാം വിട്ടണേ മാമനെ. വേഗം വാ. പുറത്തൂടെ പോകാനേ, റോഡിന്റെ നടുവിൽ കൂടെ പോകാം. മഴയല്ലേ, വഴിവല്ലി ഇടിഞ്ഞു വീണാലും. ആശുപത്രിയുടെ പിന്നിൽ ഗേറ്റിന്റെ അടിക്ക് വന്നു. കാളിക്കുട്ടി എളുപ്പം വേണം. കുട്ടി ഇവിടെ എരിവിരി കൊള്ളു. ഒന്നും മിണ്ടാണ്ടിരിക്കെ പാറോട്ടമ്മ. എന്താ മണിയാ കാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? കാളെ എന്താ വരണ്ടോ? നിങ്ങൾ ഒരു വേദന ആ കുട്ടനെ ആ വഴിക്ക് പോകണ്ട. ആ മരത്തിന്റെ ചോട്ടിക്കൂടെ പോകണ്ട. വണ്ടി തിരിക്കാൻ. എന്താ പറ്റിയ വണ്ടിക്ക്? വണ്ടി തിരിക്കാൻ. വഴിയിലൂടെ പോയ എന്താ മണിയാ കുഴപ്പം? അത് ഞാൻ പിന്നെ പറയാനേ. തങ്കോണി, തങ്കോണി, തങ്കോണി. എന്താ കാളിക്കുട്ടിയെ? എന്റെ മോളൊന്നും വേണ്ടാത്ത കൊടുത്ത വെള്ളം ഇറക്കുന്നില്ലല്ലോ. മണിയ, വേഗം വണ്ടി എടുക്ക. മണിയ, എങ്ങനെയെങ്കിലും വേഗം വണ്ടി കളിക്ക്.
എന്റെ മോളെ, നീ അമ്മാവോട് പണങ്ങി പോയോടി. എന്റെ മോൾക്കൊന്നും സംഭവിക്കരുതെന്ന് കരുതിട്ടല്ലേ ഞാൻ നിന്നെ എങ്ങോട്ട് വിട്ടത്. കണ്ടില്ലേ പെണ്ണെ, എന്റെ മോള് എന്നോട് പണങ്ങിപ്പോയി. എവരായിരുന്നു അവൾ? സ്ത്രീകളെ അപ്പനെ സമാധാനിപ്പിക്കേണ്ടത് മേനല്ലേ? മേനോൻ തന്നെ എങ്ങനെയായാലും എന്റെ മകനെ അവളെ കല്യാണം കഴിച്ചയക്കും. എന്റെ തങ്കമോൾ ഓടി വന്ന് പറഞ്ഞത്, എന്റെ അമ്മായി എനിക്ക് എപ്പോഴും വന്ന് കാണാലോ, ഒരു തോടിന്റെ ഇടയിലേ ഉള്ളൂ എന്നാണ്. എന്നിട്ട് ഇന്നലെ ആ തോട് നിറഞ്ഞു കവിച്ച് ഞങ്ങളുടെ മോളെയും എന്നേക്ക് വരി പിടിച്ചോ. മേനറിയോ, എല്ലാരും കൂടി പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഞാൻ എന്റെ മോളോട് പോയിക്കോന്ന് പറഞ്ഞത്. എന്നിട്ടും അവളീ ലോകം വിട്ടു പോകുമ്പോ അമ്മാമേന്ന് വിളിച്ച് കരഞ്ഞു കേട്ട് ഞാൻ ഉണർന്നു. കേശവ, മേനെ കൂട്ടി പുറത്തേക്ക് വന്നോളൂ. എന്റെ കൂട്ടരെ, രാത്രിന്ന് പറഞ്ഞാലേ എന്തൊരു രാത്രിയായിരുന്നു ഇന്നലെ. കാളരാത്രി എന്ന് പറഞ്ഞ ശരിക്കും കാളരാത്രി തന്നെയായിരുന്നു. നിങ്ങൾ എന്തിനാ ആ ശ്മശാനത്തിൽ കൂടെ പോയത്? ശ്മശാനായതുകൊണ്ടൊന്നും അല്ല. അമ്പാലിക പ്രസവിച്ച ആ പിശാചിനെ കുഴിച്ചിട്ടടുത്തെത്തിയപ്പം കൃത്യം പ്രസവം നടന്നു. അതോടെ തങ്കമണിന്റെ ജീവനും പോയി. ആ പിശാചിനെ കുഴിച്ചിട്ട സ്ഥലാന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? മണിയനല്ലേ അതിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടത്. എന്റെ കൂട്ടരെ, പിശാചിന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശരിക്കും ഒന്ന് കാണണം. ഡ്രംസ്ട്രോക്ക് എങ്ങനെ ഇറങ്ങി പല്ലിളിച്ച് അതിന്റെ മുഖം ഒന്ന് കാണണം. ശരിക്കും അന്ന് അത് എന്നെ അമ്പാലികനെയും തിന്നുമായിരുന്നു. ഭാഗ്യത്തിന് അതിന്റെ മുഖത്ത് ഈറം മുണ്ടിട്ട് പിടിക്കാൻ തോന്നിയത്. അമ്പാലിയുടെ കുട്ടി പിശാചിനെ ആയിരുന്നോ? അമ്പാലികയുടെ പിശാചിനെ കണ്ട ഭയം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ മുഖത്ത് ഞാൻ ശരിക്കും നോക്കിയില്ല. കുട്ടിയെ തുടപ്പിച്ച് ആയമ്മയുടെ കയ്യിലാ കൊടുത്തു. ആ കുട്ടി ചിരിക്കണത് നിങ്ങൾ കണ്ടോ? എന്റെ കൂട്ടരെ, ഞാനതിനെ നോക്കിയില്ല കേട്ടോ. പക്ഷേ വേലും മണിയനും അത് ശരിക്കും കണ്ടുന്ന്. ഞാനേറ്റത് കണ്ടിരുന്നു വെച്ചാ തങ്കമണിയുടെ പിന്നാലെ ഞാനും പോയേ. ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് പിശാച് തന്നെ ആയിരിക്കും.